കാരുണ്യവാനും മനസ്സലിവുള്ളവനുമായ നമ്മുടെ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ നമ്മുടെ ആത്മീയ പരിപോഷണത്തിന് കാരണം ആയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, നാം ഒരുമിച്ചുള്ള ഈ സംഗമത്തിന്, നിങ്ങളുടെ ഉത്സാഹത്തിന് ഒക്കെ ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. നാം ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മകളിലൂടെ നാം എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ സഭയായ സഭ എന്ന ശരീരത്തിലെ അവയവങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാന്തന് വേണ്ടി ഒരുങ്ങുവാൻ ഈ കൂട്ടായ്മ ദൈവവചന പഠനം ഇടയാക്കി തീർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ വലിയ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7, 8, 9 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, കാരണം കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ദ ക്ലൈമാക്സ് ഓഫ് ദ റിഡംറ്റീവ് വർക്ക് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ പരമകാഷ്ഠയാണ്. ദ കൺസ്യൂമേഷൻ ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണമാണ്. രക്ഷയുടെ പൂർത്തീകരണം. പത്രോസ്ലിഹ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ദ കൺസ്യൂമേഷൻ ഓഫ് അവർ ഫെയ്ത്ത്, ഓഫ് അവർ ഹോപ്പ്. This is the beginning of our eternity with God. ഈ കുഞ്ഞാടിന്റെ കല്യാണം നമ്മുടെ ദൈവത്തോടൊപ്പമുള്ള നമ്മുടെ നിത്യതയുടെ തുടക്കമാണ്. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. അതേ തുടർന്ന് പ്രതിഫല വിഭജനങ്ങൾ നടക്കുന്നു. കർത്താവിന്റെ മധ്യവാന വരവും നമ്മൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതും മുതൽ തന്നെ നമ്മുടെ കർത്താവുമൊത്തുള്ള നിത്യത ആരംഭിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു തുടക്ക പ്രക്രിയകളിലാണ് പ്രതിഫല വിഭജനവും ഒക്കെ നടക്കുന്നത്. അതിനെ ആ ഒരു കൂട്ടി യോജിപ്പിക്കലിനെ, ആ ഒരുമിച്ച് ചേരുന്നതിനെ ചിത്രീകരിക്കുന്ന ഒരു പ്രയോഗമാണ് വിവാഹം എന്നുള്ളത്. അപ്പം ദൈവത്തോടു കൂടെയുള്ള നമ്മുടെ നിത്യതയുടെ യഥാർത്ഥ ആരംഭം ഈ പ്രതിഫല വിഭജനത്തിന് ശേഷമാണ് ആ യഥാർത്ഥ നിലയിൽ ആരംഭിക്കുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതേ തുടർന്ന് ദിസ് ഈസ് ദ കൾമിനേഷൻ ഓർ ദിസ് ഈസ്
the consummation. This is the climax of our relationship with Christ, or the relationship between Christ and his church. ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പരമകാഷ്ഠ, അതിന്റെ പൂർത്തീകരണം, സ്തോത്രം, അതിന്റെ ഉച്ചകോടിയാണ് ഇവിടെ പറയുന്ന വിവാഹം എന്നുള്ളത്. സ്തോത്രം, വിവാഹം എന്നുള്ളത്. നേരത്തെയും നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കുവാൻ ഇതിൽ കവിഞ്ഞ ഒരു അനാലജി, ഒരു സാദൃശ്യം, ഒരു ദൃഷ്ടാന്തം ഭൂമിയിൽ മനുഷ്യർക്കിടയിലില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതിന്റെ, നമ്മുടെ ഇടയിൽ നടപ്പുള്ളതിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലെ ഒരു ദൃഷ്ടാന്തം ഇതിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. This is the utmost intimate relationship between two persons in human culture or society. അല്ലെങ്കിൽ സകല സൃഷ്ടികളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് മനസ്സിലാകുന്നതിന്റെ ഏറ്റവും പരമാവധിയാണ് ഈ ഒരു ബന്ധം. അപ്പം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും ഉച്ചകോടിയാണ് ഇവിടെ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. മുമ്പേ പറഞ്ഞതുപോലെ the culmination of the redemptive work of Christ. യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് ഇപ്പോഴാണ്. ഇപ്പോഴാണ്. നാം അതിന് ആധാരമായിട്ടാണ് ഇന്നലെ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ വായിച്ചത്. ക്രിസ്തു തന്നെ താൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ കണ്ടു. Christ gave himself up for the church, but with a purpose. അത് തന്നെയാണ് എബ്രായർ 2:10 പറയുന്നതും. ഹീബ്രൂസ് 2:10 അവിടെയും പറയുന്നു, the Father gave the Son up for the sufferings, rather to be perfect in suffering. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ കഷ്ടതകളാൽ തികഞ്ഞവനാകേണ്ടതിന് കൈവിട്ട് കളഞ്ഞ ചരിത്രമാണ് അവിടെ പറയുന്നത്. അപ്പോൾ എഫെസ്യ ലേഖനത്തിൽ പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എബ്രായർ 2:10 വേറെയും വാക്യങ്ങൾ ഇതിനെല്ലാം ഉണ്ട്, എന്നാൽ നമ്മൾ ഓരോന്ന് മാത്രം കണ്ടുപോകുന്നതേ ഉള്ളൂ. എബ്രായർ 2:10 പിതാവ് പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകേണ്ടതിന് വിട്ടുകൊടുത്തു. ആർക്ക് വേണ്ടി? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. അനേകം പുത്രന്മാരെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെയും തേജസ്സിലേക്ക് നടത്തുവാൻ. കണ്ടോ, രണ്ടിടത്ത് ഉദ്ദേശം ഒന്ന് തന്നെയാണ്. എബ്രായർ 2:10 പിതാവായ ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ. അതേ വിഷയം തന്നെയാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് 5:25 മുതൽക്ക്. പുത്രൻ ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു സഭയ്ക്ക് വേണ്ടി. എന്തിനാ? എന്തുദ്ദേശത്തോടെയാ? ക്ലൈമാക്സ്. സഭയെ തേജസ്സോടെ to present the church unto himself. How? Radiantly, with glory.
ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതും പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത അതേ ഉദ്ദേശത്തോടു കൂടെയാണ്. സഭയെ തേജസ്സോടെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടത്. അപ്പോൾ ഈ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ നിവർത്തിച്ചു. യേശുവിന്റെ ജനനം മുതൽ തന്നെ ആ വീണ്ടെടുപ്പിൻ പ്രവൃത്തിയുടെ ഭാഗങ്ങളായിരുന്നു. സ്തോത്രം. പുറകോട്ടിറങ്ങി ചിന്തിച്ചാൽ അവിടെയുമുണ്ട് വീണ്ടെടുപ്പിൻ പ്രവൃത്തിയുടെ കാര്യങ്ങൾ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ നമുക്കതെടുത്താൽ അതിൻ്റെ പരമകാഷ്ഠ ക്രൂശാണ്. എന്നാൽ ക്രൂശിൽ പോലും യേശുക്രിസ്തു നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ പ്രക്രിയ അതിൻ്റെയും പൂർണ്ണതയിലെത്തുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? മാരേജ് ഓഫ് ദ ലാം, കുഞ്ഞാടിന്റെ കല്യാണത്തോടുകൂടെയേ ഉള്ളൂ. സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണത്തോടുകൂടെ. കാരണം യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് നാം രക്ഷിക്കപ്പെടുന്നു, നാം സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്ന ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പോഴും നാം ആത്മാവെന്ന ആദ്യദാനം മാത്രം പ്രാപിച്ചിട്ടേ ഉള്ളൂ. നാമും എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ഓർമ്മ കാണുമല്ലോ, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി. റോമർ 8:23 നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും വായിച്ചതാണല്ലോ. ഇതുവരെ മറ്റ് ഭാഗങ്ങളൊന്നും വായിക്കാഞ്ഞത് കൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ചു വിട്ടേക്കൂ. 8:23 റോമൻസ്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. സ്തോത്രം. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമായി. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു. പക്ഷെ ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നാം എത്തിയിട്ടില്ല. യോഹന്നാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നാം ആരാണ്? മക്കൾ. ഇപ്പോൾ നാം ദൈവമക്കളാണ്. ദൈവമക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നു നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഫസ്റ്റ് ജോൺ 3:1-2 അതാണ് നമ്മൾ അതിനാധാരം. നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ അവിടെയും യോഹന്നാൻ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ്. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ ഉറപ്പാണ്. ഒന്ന്, അവൻ പ്രത്യക്ഷനാകും, യേശു വരും. 2, അന്ന് നമ്മൾ യേശുവിനെ ക്രിസ്തുവിന്റെ മഹത്വത്തോടെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. We will see him as he is. അതുകൊണ്ട് നാം അവനോട് സദൃശന്മാർ ആകും. സ്തോത്രം. We will be like him. പൗലോസ് പറഞ്ഞ, എബ്രായ ലേഖനകർത്താവ് പറഞ്ഞ അതേ വിഷയം ഇവിടെ യോഹന്നാനും പറയുന്നു. നാം യേശു ക്രിസ്തുവിനോട് സദൃശന്മാർ ആകും. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ആ സാദൃശ്യം, ക്രിസ്തുവിനോടുള്ള ആ ഏകീഭാവം, becoming one with Christ, to be identical with Christ, to be conformed into Christ's image. സ്തോത്രം. അതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെയാണ് നാമും കർത്താവും തമ്മിൽ ഒന്നാകുന്നത്.
അതുകൊണ്ടാ പറഞ്ഞത് വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി പൂർണ്ണമാകുന്നത് ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിലാണ്. സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണത്തോടുകൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് അതിന്റെ രൂപാന്തരം നാം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുക. അപ്പം കുഞ്ഞാടിന്റെ കല്യാണത്തിൽ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. സ്തോത്രം. അതാണ് ഇവിടെ നാം കാണുന്നത്. ഫാസ്റ്റേ, അത് മേഘപ്രത്യക്ഷതയുടെ സമയത്തല്ലേ നടക്കുന്നേ? അതെ, അതിന്റെ തുടർച്ചയാണിത്. ആ പ്രത്യേക നിമിഷത്തിലല്ല, ആ പ്രത്യേക നിമിഷത്തിൽ നാം കർത്താവിനോട് സദൃശ്യരാകും, എടുക്കപ്പെടും. പക്ഷേ പ്രതിഫല വിഭജനത്തോടു കൂടെയേ നമ്മുടെ തേജസ്സിന്റെ പൂർണ്ണ അളവിലേക്ക് എത്തുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നല്ലോ. പ്രവൃത്തികളുടെ ന്യായവിധി അത് ഓരോരുത്തർക്ക് വിഭജിക്കപ്പെടുന്ന സമയമുണ്ട്. ആ തേജസ്സിന് ശേഷമാണ് നാം കർത്താവുമായി ഒന്നായി തീരുന്ന അനുഭവം. അപ്പം ആ ഒരു പ്രത്യേക നിമിഷമല്ല ഈ വിവാഹം എന്ന് പറയുന്നത്. It should not be understood of a time, but rather as an occurrence. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു സമയക്ലിപ്തമായ ഒരു പ്രത്യേക നിമിഷത്തിൽ നടക്കുന്ന കാര്യം എന്നതിനേക്കാൾ ഇത് ഒരു സംഭവമായി, ഇത് ഒരു എന്താണ് പറയുന്നത്, അവിടെ നടമാടുന്ന ഒരു വസ്തുതയായി നാം അതിനെ മനസ്സിലാക്കുകയാണ് നല്ലത്. വിവാഹം അതിനൊരു നിമിഷം, തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഹൂർത്തമുണ്ട്. ഓഫ് കോഴ്സ് ദർ ഈസ് എ പെർട്ടിക്കുലർ മോമെന്റ്. നമ്മളെ സംബന്ധിച്ച് ആ നിലയിലുള്ള മുഹൂർത്തം ഇല്ല. നമ്മുടെ മുഹൂർത്തം എന്ന് പറയുന്നത് ചെറുക്കനും പെണ്ണും കൂടെ കൈകൊടുത്ത് ഉഭയസമ്മതം ചൊല്ലുന്ന ആ സമയമാണ്. അത് മിക്കവാറും ഒക്കെ നമ്മുടെ ശുശ്രൂഷകളിൽ 12-ന് 1 മണിക്കും ഇടയ്ക്കായിരിക്കും. അത് പ്രസംഗത്തിന്റെയും പാട്ടിന്റെയും പെണ്ണും ചെറുക്കനും വരുന്നതിന്റെയും ഒക്കെ കൂടെ അനുബന്ധിച്ച്. അല്ല, നമുക്കൊരു പ്രത്യേക നിമിഷം, ഇന്ന സമയത്ത് 11 മണി കഴിഞ്ഞ് 50 മിനിറ്റും 20 സെക്കൻഡും നടക്കുമ്പോൾ എന്നൊരു മുഹൂർത്തം നമുക്കില്ല. എന്നാൽ ആ വിവാഹം അവര് ഉഭയസമ്മതം ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ശരി തന്നെയാണ്. ആ ഒരു സന്ദർഭം കർത്താവുമായുള്ള നമ്മുടെ കൂടിച്ചേരല. എന്നാൽ ഇവിടെ വിവാഹം എന്നത് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ആ ഒരു പ്രത്യേക മോമെന്റിൽ, ആ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്നതിനേക്കാൾ നിത്യത മുഴുവനും നിലനിൽക്കുന്ന ഒരു ബന്ധമായി, നിത്യത മുഴുവനും ക്രിസ്തുവും സഭയും തമ്മിൽ ഏർപ്പെടുന്ന ഒരു ബന്ധമായി നാം ഇതിനെ കാണുക. Rather than understanding this union with a particular moment or a muhurtam, we have to understand this marriage of the Lamb in a relationship that will continue through eternity. Continue through eternity. നിത്യത മുഴുവനും നിലനിൽക്കുന്ന ഒരു പിരിയാ ബന്ധമായി നാം ഇതിനെ കാണണം. പാട്ടുകാരൻ പറയുന്നത് പോലെ, നിത്യമാം സ്നേഹത്തിനാഴമുയരവും എന്ന് പാടുന്ന പാട്ടിന്റെ അകത്ത് ഒടുവിലത്തെ സ്റ്റാൻസായിൽ പറയുന്നുണ്ട്, പിരിയാത്ത സ്നേഹിത
തീരാത്ത പ്രേമമേ, നീ എന്റെ നിത്യാവകാശമല്ലോ. ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടണേ. അപ്പം ഇതിനെ ഒരു നിമിഷം കൊണ്ട്, ഒരു മുഹൂർത്തം കൊണ്ട് അളക്കുന്നതിന് പകരം ഇത് നിത്യത മുഴുവനും നിലനിൽക്കുന്ന ബന്ധമായി മനസ്സിലാക്കുക. ആ ബന്ധം ഇപ്പോൾ തന്നെ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ അതിനെയാണ് ബിട്രോത്തൽ എന്ന നിലയിൽ കണ്ടത്. എന്നാൽ കൂടിച്ചേരൽ, വിവാഹ കർമ്മമാണ് നിത്യതയിലേക്ക് നാം ചേർക്കപ്പെടുന്ന സഭയുടെ ഉൽപ്രാവണ സമയം മുതൽ ആരംഭിക്കുന്നത്. എന്നാൽ അത് നിത്യത മുഴുവനും ഒരേപോലെ നിലനിൽക്കുകയാണ്. That union means becoming one with Christ, means getting into a literal relationship and fellowship with Christ inseparably. A literal union and fellowship between the church and Christ. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ മണിയറവാസം എന്നൊക്കെ നമ്മൾ പാടാറും പ്രസംഗിക്കാറുമുണ്ട്. അതൊന്നും ലിറ്ററലായിട്ട് അക്ഷരാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ല. മണിയറയെന്നും ഒക്കെ പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം കേൾവിക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് മത്തായി 25-ാമത്തെ അധ്യായത്തിൽ കണ്ടത്, മണവാളൻ വന്നു, 5 കന്യകമാരും മണവാട്ടിയുടെ കൂടെ പോയി, ഇവരെല്ലാവരും കൂടെ അകത്ത് കയറി വാതിലടച്ചു. അത് കഴിഞ്ഞപ്പം മറ്റേ 5 പേര് എവിടെയോ പോയി എണ്ണയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു, കതകിന് മുട്ടുകയാണ്. എന്താ ഇതുപോലെ കർത്താവ് കയറി വല്ല മുറിയിലും കതക് അടച്ചിരിക്കുവോ? ഇല്ല. പക്ഷെ യഹൂദ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവ് ആ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. കർത്താവ് അങ്ങ് സ്വർഗത്തിൽ പോയി, പിന്നെ കൈവിടപ്പെട്ടു പോയവർക്ക് അവിടെ പോയി വാതിലിൽ മുട്ടാൻ പറ്റുമോ? സ്വർഗത്തിന്റെ വാതിലിൽ പറ്റത്തില്ല, അത് സാധ്യമല്ല. പക്ഷേ അത് അന്ന് അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കർമ്മത്തിന്റെ, ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു അക്കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് വാതിലിൽ ചെന്ന് മുട്ടുന്നതൊന്നുമല്ല. അങ്ങനെ ഒരു വാതിൽ അടയ്ക്കാൻ അവിടെ ഒരു സംഗതിയില്ല. ഇനി കർത്താവ് അങ്ങനെ നിത്യതയിൽ എത്തി അങ്ങനെ വാതിൽ അടച്ചാൽ കൈവിടപ്പെട്ടു പോകുന്നവർക്ക് അവിടെ പോയി മുട്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, കൈവിടപ്പെട്ടു പോകുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും, കർത്താവ് വന്നു, സഭ പോയി. ഞാൻ പോയില്ല, കൈവിടപ്പെട്ടു പോയി എന്ന് കൈവിടപ്പെട്ടു പോകുന്നവർക്ക് മനസ്സിലാകും. അവര് ചുമ്മാതെ നിൽക്കുവോ ആ സമയത്ത്? ഇല്ല. അവര് നിലവിളിക്കും, അവര് കരയും. ഒന്ന് ഭാവന കണ്ടു നോക്കിക്കേ. എന്തിനേറെ നമ്മളൊരു ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റ് വരെ പോകണ്ട, ഒരു ബസ്സോ ഒരു ട്രെയിനോ പിടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇവിടെ ചിലപ്പോൾ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ ചിലര് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ LV എന്ന് എഴുതി ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ചുമൽ ലൈറ്റേ കാണത്തുള്ളൂ. എന്നാ വണ്ടി പ്ലാറ്റ്ഫോം വിട്ട് പോയി. ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന 2 അക്ഷരങ്ങളാണ് LV. പലരും അതേ കാണാറുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ,
നമ്മുടെ മുമ്പിലാ, നമ്മൾ ഓടി വരിക, പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ വന്നു, പക്ഷെ വണ്ടി വിട്ടുപോയി. നമ്മൾ കണ്ടു, വണ്ടി കണ്ടു, വേണമെങ്കിൽ നമുക്ക് തൊടാനും പറ്റിയേക്കാം, പക്ഷെ കയറാൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. അത്യാവശ്യം ഒരു യോഗത്തിന് എത്തേണ്ടതാണ്. എൻ്റെ അനന്തരത്തിയുടെ വിവാഹത്തിന് കൂടണമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹ സ്ഥലത്ത് നിന്ന് തന്നെ യാത്ര തിരിച്ചു. പെട്ടിങ്ങോട്ടെ കല്യാണത്തിന് പോയത്. എറണാകുളത്തേക്ക് വരുന്ന ഒരു വണ്ടിക്ക് നമ്മുടെ കല്യാണ പാർട്ടിയുടെ തന്നെ വണ്ടിക്കാണ് വന്നത്. പക്ഷെ വളരെ സ്ലോ ആയിട്ട് ഒരു പരുവത്തിൽ വന്നു. എന്നെ സ്വീകരിക്കാൻ ഒരു ചർച്ചിലെ ഒരാൾ വന്നു, എറണാകുളത്തുള്ള ഒരു ചർച്ചിലെ ഒരാൾ. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചായയൊക്കെ കുടിപ്പിക്കാൻ. ഏതായാലും ചായയും കൂടിയും കഴിഞ്ഞ് കുളിയും നനയും കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കിനും കൗണ്ടർ അടച്ചു. ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ എനിക്കറിയാം. ഈ സന്ദർഭങ്ങളിലൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതും നമ്മളിപ്പം നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെന്നിരിക്കട്ടെ, ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് പോവുക. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഈ 4 പേര് പോയതിൽ 2 പേർക്ക് വണ്ടി കിട്ടി. 2 പേര് പ്ലാറ്റ്ഫോമിലായി. സാധനങ്ങൾ കുറച്ച് അവരുടെ കയ്യിലും കുറച്ച് ഇവിടെ. എന്തൊരു സ്ഥിതിയായിരിക്കും? നിലവിളിക്കും, ദേഷ്യമാണോ, സങ്കടമാണോ, എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ കൈവിടപ്പെട്ടു പോകുന്നവർ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ നിരാശയിൽപ്പെടും. ഒരുപക്ഷെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുമായിരിക്കും. ചിലർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും ആയേക്കാം. അവരായിരിക്കും നിലവിളിക്കുന്നത്, കർത്താവേ കരുണ ചെയ്യണേ. എവിടെ? നോ സെക്കൻഡ് ചാൻസ്. കഴിഞ്ഞ ദിവസം ആരോ ഒരാള് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ, ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടു. ഒരു മനുഷ്യൻ പറയുക, ഒരുപക്ഷെ ഞാനായിരിക്കും 10th ഏറ്റവും കൂടുതൽ പ്രാവശ്യം എഴുതി തോറ്റയാള്. അദ്ദേഹം പറഞ്ഞു 4 പ്രാവശ്യം മറ്റും എഴുതി 120 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടേ ഇല്ല. മാക്സിമം മാർക്സ് ഹി സ്കോർഡ് 120, അതിനപ്പുറം കിട്ടിയിട്ടില്ല. അപ്പോഴാ കഴിഞ്ഞ ദിവസം പുള്ളി ഒന്ന് തല കറങ്ങി വീണു. കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഷുഗർ 450 മറ്റോ. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായ 450 എന്നൊരു നമ്പർ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കിട്ടുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ 10th സർട്ടിഫിക്കറ്റിന്റെ എല്ലാം മോളിൽ ഇത് കൊണ്ടുവച്ചിട്ട് ഭയങ്കരമായിട്ടങ്ങ് സന്തോഷിച്ചെന്ന്. എന്നിട്ടൊരു പോസ്റ്റ് വിട്ടു ഏതോ സോഷ്യൽ മീഡിയയിൽ. 10th തോറ്റാൽ ഒന്നിലധികം ചാൻസസ് ഉണ്ട്.
ഒരു രാജ്യത്തേക്കുള്ള വീസ റിജക്റ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷേ കർത്താവ് വന്നു, തനിക്കുള്ളവരെ കൊണ്ടുപോയി. പോകുമെന്നും പറഞ്ഞിരുന്ന കുറെ പേര്, പോകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരുന്ന കുറെ പേര് തള്ളപ്പെട്ടു. അവർക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല. ആ സമയത്തെ നിരാശയോടുകൂടിയ നിലവിളിയെ കുറിച്ചാണ് കർത്താവ് മത്തായി 25 പറഞ്ഞത്. ആ 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ പിന്നീട് വന്ന് വാതിലിൽ മുട്ടുന്നതിനെ കുറിച്ച്, കർത്താവ് തുറക്കാത്തതിനെ കുറിച്ച്. അക്ഷരീയമായിട്ട് സ്വർഗരാജ്യത്തിൽ കർത്താവ് സഭയുമായി കയറി വാതിലടച്ചെന്ന് പറയുന്ന മണിയറയുടെ പുറത്ത് നിന്ന് മുട്ടുന്ന കഥയല്ലത്. അത് സാധ്യമല്ല, അത് പറ്റില്ല. കൈവിടപ്പെട്ടു പോകുന്നവർ ഇങ്ങ് ഭൂമിയിലും, കർത്താവിന്റെ കൂടെ പോകുന്നവർ അങ്ങ് സ്വർഗത്തിലുമാണ്. ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോയവർക്ക് സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ടാൻ പറ്റില്ല. പിന്നെ ആ പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ കൈവിടപ്പെട്ടു പോകുന്നവർ കൈപ്പോടെ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കും, കർത്താവേ എന്നെയും കൂടെ ഒന്നും കൂടെ. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവിന് മുമ്പാണെങ്കിൽ നമ്മുടെ കരച്ചിലിന് പ്രയോജനമുണ്ടാവും. ശിംശോൻ കരഞ്ഞതുപോലെ ചിലപ്പോൾ ദൈവം ഒന്നും കൂടെ നമ്മെ പരിഗണിച്ചേക്കാം. പക്ഷേ കൈവിടപ്പെട്ടു പോയാൽ ഏശാവിന്റെ കാര്യം ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെയാകാം. കരഞ്ഞിട്ടും മാനസാന്തരത്തിന് അവസരം കണ്ടില്ല. അങ്ങനെ ആകാതിരിപ്പാൻ. ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ യൂണിയൻ ഒന്നായി തീരുക, ബിക്കമിങ് വൺ വിത്ത് ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഈ മാരിയേജ് ഓഫ് ദ ലാംബ് എന്ന് പറയുന്നത് അക്ഷരീയമായ സംഗതി അല്ല. അതിന്റെ അർത്ഥം നമ്മൾ കണ്ടു: entering into an inseparable love, relationship and fellowship, literally and forever. സ്തോത്രം. ഇന്നാണെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാനോ വേർപെടാനോ സാധ്യതയുണ്ടെന്ന് വയ്ക്കാം. എന്നാൽ അന്ന് നമുക്കിനിയും ഇൻസെപ്പറബിൾ ആണ്, അഭേദ്യമാണ്, വേർപെടുവാൻ കഴിയാത്ത തരത്തിലുള്ള ഇറ്റേണൽ, നിത്യമായ സ്നേഹബന്ധം. സ്തോത്രം. ലവിങ് റിലേഷൻഷിപ്പ് ആൻഡ് ലവിങ് ഫെലോഷിപ്പ്. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ, നമുക്കും കർത്താവിനും ഇടയിൽ മറ്റു പലതും വന്നു കയറും. ചിന്തകളിലൂടെയും മറ്റും ഒത്തിരി കാര്യങ്ങൾ വരും. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ സമയം കർത്താവുമായുള്ള നമ്മുടെ ബന്ധം ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഒരേപോലെ സ്ഥിരമായിട്ടല്ല. ചിലപ്പോൾ അല്പം കൂടുതൽ സ്നേഹവും താല്പര്യവും ഒക്കെ തോന്നും. ചില സമയങ്ങളിൽ നമുക്ക് അതിന് കഴിയാതെ വരും. ജഡത്തിൽ വസിക്കുന്നതിന്റെ പരിമിതിയാണ്. എന്നാൽ അവിടെയോ അങ്ങനത്തെ ഏറ്റക്കുറച്ചിലുകൾ, ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ ഒരേപോലെ ആ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുന്ന അനുഭവമാണ്.
പിന്നെ ഒരിക്കലും നമ്മൾ പിരിയുകയില്ല. രണ്ട് കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നാം ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്കൊരു പ്രയാസമുണ്ട്. എന്താ? കർത്താവിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് അകന്നു വസിക്കുന്നു. അതെ, കർത്താവിൽ നിന്ന് അകന്ന് വസിക്കുന്നു. ആ വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചോ സിസ്റ്റർ. അഞ്ചിന്റെ വാക്യം യാ രണ്ട് കൊരിന്ത്യർ ലേഖനം 5-ന്റെ 5-ാമത്തെ അധ്യായം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. ആ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പാൻ ആകുവാൻ അഭിമാനിക്കുന്നു. അതാണോ? അല്ല, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. 6-ാമത്തെ വാക്യം. 5-ന്റെ 6. അതെ. അപ്പം ഈ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ നാം കർത്താവിൽ നിന്ന് അകന്ന് എന്ന് പറഞ്ഞാൽ അക്ഷരീയമായി നമ്മൾ അകന്ന് കഴിയുന്നു. സ്പിരിച്വലി വി ആർ യുണൈറ്റഡ് ഈവൻ നൗ. Spiritually, we are seated with Christ. Spiritually, we are seated in heavens. നാം ഇന്ന് വിശ്വാസത്താലും ആത്മീയമായും കർത്താവിനോട് ചേർന്നിരിക്കുന്നു, കൂട്ടായ്മയാചരിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ raised up, ഉയർത്തപ്പെട്ടു, ഉയർപ്പിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു. ഒപ്പം നാം ക്രിസ്തുവിനോട് കൂടെ ഇന്ന് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ആത്മീയ അർത്ഥത്തിലാണ്, അക്ഷരീയ അർത്ഥത്തിലല്ല. എന്നാൽ അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞത് 2 കൊരിന്ത്യർ 5-ൽ. ശരീരത്തിൽ വസിക്കുമ്പോൾ അക്ഷരീയമായി നാം കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നു. എന്നാൽ നാം കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോഴോ will be united with him inseparably forever. That is the meaning of becoming one with him. കർത്താവിനോടുള്ള കൂട്ടായ്മ എന്നതിന്റെ ബിക്കമിങ് വൺ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ. അപ്പം ഈ കല്യാണം, കുഞ്ഞാടിന്റെ കല്യാണം എന്നുള്ളത് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്നും ഉൽപ്രാവണം പ്രാപിക്കുന്ന സമയത്ത് തന്നെ കർത്താവിനോട് ചേരുന്നു. എന്നാൽ അതൊരു നിമിഷത്തിന്റെ, ഒരു സമയത്തിന്റെ അളവിൽ മനസ്സിലാക്കുന്നതിന് പകരം അത് നിത്യത മുഴുവനും നിലനിൽക്കുന്ന ഒരു ബന്ധമായി മനസ്സിലാക്കുന്നതാണ് ഉത്തമം. ആ ബന്ധം ഉൽപ്രാവണ സമയത്ത് തന്നെ സ്ഥാപിതമാകുന്നു. എന്നാൽ നാം ക്രിസ്താനുരൂപരായി പൂർണ്ണമായിട്ടും തീരുന്നത് പ്രതിഫല വിഭജനത്തിന് ശേഷമാണ്. നാം നേരത്തെയും കണ്ടതുപോലെ ഡീഫോൾട്ടായി ഉയർത്തെഴുന്നേൽക്കുന്ന സകല വിശുദ്ധന്മാർക്കും ലഭിക്കുന്ന തേജസ് ഒരുപോലെയാണ്. പക്ഷെ പ്രതിഫല വിഭജനത്തിൽ ആ തേജസ്സിനോട് വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടും. അത് വ്യത്യസ്തമായിട്ടാണ്.
അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, സാൽവേഷൻ ഈസ് ആബ്സല്യൂട്ട്ലി എ ഫ്രീ ഗിഫ്റ്റ്, ബട്ട് റിവാർഡ്സ് ഇൻ വേജസ്. Wages depend upon the labor, the hard work, the spending, earning and all those things. രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായും സൗജന്യദാനമാണ്. പക്ഷെ പ്രതിഫലം കൂലിയ. കൂലി വേണമെങ്കിൽ പണിയെടുക്കണം, വേല ചെയ്യണം. വേല ചെയ്യുക, നഷ്ടപ്പെടുത്തുക, നേടുക, ഇതെല്ലാം അതിനകത്ത് വരും. അതിനനുസരിച്ചാണ് പ്രതിഫലം. അപ്പൊ പ്രതിഫലത്തിൽ നമ്മളൊക്കെ വ്യത്യസ്തരായിരിക്കും. ആ പ്രതിഫലം എന്ന് പറയുന്നത് അധികവും തേജസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇക്കാര്യം പറഞ്ഞതാണ്. പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിലും തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അതിന്റെ പൂർണ്ണത പ്രതിഫല വിഭജനത്തിന് അഥവാ ന്യായവിധിക്ക് അല്ലെങ്കിൽ പ്രവൃത്തികളുടെ ന്യായവിധിക്ക് ശേഷമായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ കാര്യം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം വേറെ ഉണ്ടോ? ഒന്നുമില്ല. പാസ്റ്റർ ഇന്നലെ പറഞ്ഞ കർത്താവിന്റെ വരവിനായി ബന്ധപ്പെടുത്തുക, ആ ബന്ധപ്പെടുത്തുക എന്നുള്ള എന്റെ മീനിങ്. അതാണ് ഞാൻ ഇന്നലെ 2 കാര്യങ്ങൾ പറഞ്ഞത്. വ്യക്തിപരമായി നമ്മൾ വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാവുക. 2, സഭാപരമായി ഇനിയും അനേകർ സഭയിലേക്ക് മാനസാന്തരപ്പെട്ടു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ്. എങ്ങനെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്താം? 1, വ്യക്തിപരമായി നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക, വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരുക. 2, കർത്താവ് വരാതെ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് എന്തിനാണെന്ന് 2 പത്രോസ് 3:9 തൊട്ട് 12 വരെ നമ്മൾ കണ്ടു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടേണ്ടത്. അതിന് നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ ചെയ്യുക. മാതൃകാ ജീവിതമുണ്ട്, സുവിശേഷം അറിയിക്കലുണ്ട്. അതിന് വേണ്ടത് എന്തൊക്കെ ചെയ്യണമോ പ്രാർത്ഥന ഉൾപ്പെടെ ഉള്ളതെല്ലാം ചെയ്യുക. ഈ 2 രീതിയിലാണ് കർത്താവിന്റെ വരവിനെ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ കഴിയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ തന്നെ വിശുദ്ധിയെ തികയ്ക്കുക. അതുകൊണ്ടാ ഭക്തന്മാര് പാടിയത്, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരവൻ താമസം ഏതുമില്ല. അപ്പൊ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. മറ്റെന്തെങ്കിലും ഇതുവരെ ഉള്ളതിലുണ്ടോ? പക്ഷെ പ്രതിഫല വിഭജനവും കിരീട വിഭജനവും തമ്മിൽ, അതിലേക്ക് ന്യായവിധിയുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അന്നേരം അത് ചിന്തിക്കാം. ശരി, ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞാടിന്റെ കല്യാണം എന്നത് നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണമാണ്.
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി ഞരങ്ങിക്കൊണ്ട് കഴിയുകയാണ്. അത് നമുക്ക് ലഭിക്കുന്നത്, ക്രിസ്താനുരൂപരായി നാം തീരുന്നത് ഈ സന്ദർഭത്തിലാണെന്ന് നമ്മൾ കണ്ടു. അതിനെ നമുക്ക് കുഞ്ഞാടിന്റെ കല്യാണവുമായി ബന്ധപ്പെടുത്താം. അതിനെയാണ് പൗലോസും എബ്രായ ലേഖനകർത്താവും യോഹന്നാനും ഒക്കെ പറഞ്ഞതായി നാം വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവ് നമ്മെ രക്ഷിച്ചു. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള കാര്യം. കർത്താവ് നമ്മെ രക്ഷയിലേക്ക് നടത്തി, ദൈവത്തിന് അങ്ങനെ പ്രസാദമായി. പക്ഷേ നാം മാനസാന്തരപ്പെടുകയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും കർത്താവ് നമ്മെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നു. എന്തിനാ? അങ്ങ് കൊണ്ടുപോയ പോരായിരുന്നോ? സ്തോത്രം. നമ്മളെ ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ പ്രത്യേക സമയത്ത് പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന് വിമോചിതരാകുന്നില്ല. നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ നിമിഷം തന്നെ നമ്മിൽ വസിക്കുന്ന പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണ വിമോചിതരാകുന്നില്ല. ഒരു തെളിവ്, പല തെളിവുകളുണ്ട്. ഈ പറഞ്ഞത് ചിലർക്ക് സംശയം ഉളവാക്കി കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ ഒരു തെളിവ് തരാം. വീണ്ടും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ 1:23. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താലുള്ള വീണ്ടും ജനനം. നമ്മൾ ജനിച്ചിട്ടേ ഉള്ളൂ. മലക്കെ കിടക്കുന്ന ഇൻഫൻസ് ആണ്, ശിശുക്കളാണ്. ന്യൂബോൺസ് ഇൻടു ദ ഫാമിലി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പിറന്നു വീണ ശിശുക്കളാണ്. ആദമിനെ പോലെ പ്രായപൂർത്തിയായവരായിട്ടല്ല ആത്മീയ ജനനം, ശിശുക്കളായിട്ട. ഇനി 2:2 വായിച്ചോളൂ. 2:2. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് മതി. 1:23 നമ്മൾ കണ്ടു, നാം വീണ്ടും ജനിച്ചു. ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമ്മൾ ജനിച്ചതല്ല, ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. എന്നിട്ട് 2:2 പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ.
ഇൻ ഇംഗ്ലീഷ് രക്ഷയ്ക്കായി എന്നാണോ രക്ഷയിൽ എന്നാണോ? Like newborn infants, long for this pure spiritual milk, that by it you may grow up into salvation. Grow up into salvation. രക്ഷയ്ക്കായി വളരുക, രക്ഷയിൽ വളരുക. അതിന് പോസിറ്റീവായി നമ്മൾ വളരാൻ വേണ്ടി വാഞ്ചിക്കണം. 2, വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കളോട് അവരുടെ ഒരു പ്രത്യേക പ്രായവും പരുവും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് കൂടുതൽ അവരോട് ലാളിത്യം തോന്നാറ്. ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ സ്വരമൊക്കെ മാറുന്നതിന് മുമ്പ്, താടിയും മീശയൊക്കെ കിളിക്കുന്നതിന് മുമ്പ്, അവരുടെ ആ എന്താണ് പറയുന്നത്, ഇൻഫൻസി, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നവർക്ക് കൂടുതൽ അട്രാക്ഷൻ, അവരോട് ആകർഷണീയത തോന്നുന്നത് ആ ഒരു പരുവത്തിലാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്കോ അവരുടെ ശബ്ദമൊക്കെ മാറുമ്പോൾ അവരുടെ സന്തോഷം, ഈ കൂടെ ഇരിക്കുന്ന നമ്മളും അപ്പന്മാരും വല്യപ്പന്മാരും ഒക്കെ ആയ നമ്മുടെയും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. മീശയൊക്കെ അങ്ങോട്ട് പൊടിച്ചു വരുന്ന സമയത്തെ സന്തോഷം, അതിൽ ഓരോ മീശരോമങ്ങളെയും പരിപാലിക്കുന്ന പരിപാലനം, നമുക്കറിയാം. അവരുടെ അകത്തൊരു വാഞ്ചയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പപ്പയെ പോലെ, അങ്കിളിനെ പോലെ, അച്ചാച്ചനെ പോലെ ഒക്കെ ആകണം. പെൺകുഞ്ഞുങ്ങളോ കുഞ്ഞിലെ മുതലേ അമ്മയുടെ കൂട്ട് സാരിയൊക്കെ ഉടുത്ത്, ടീച്ചറിന്റെ കൂട്ട് വടിയൊക്കെ എടുത്ത്, പെൺകുഞ്ഞുങ്ങൾ അങ്ങനെ അവർക്ക് എത്രയും പെട്ടെന്ന് മമ്മിയെ പോലെ ആകണം. കണ്ടോ, രക്ഷയ്ക്കായി വളരുവാൻ വാഞ്ചിക്കുക എന്നതിന്റെ അർത്ഥം. ഈ ഒരു വാഞ്ച ഈ കുഞ്ഞുങ്ങൾക്ക് വളർച്ച പ്രാപിക്കുവാൻ, പക്വതയിലെത്തുവാൻ ഉള്ള വാഞ്ച പോലെ, ആഗ്രഹം പോലെ, സ്തോത്രം, ലോങ്ങിങ്, ആഗ്രഹം പോലെ നമ്മുടെ അകത്ത് ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്നതിന് വേണ്ടി ആഗ്രഹമുണ്ടോ? സ്തോത്രം. ആ ആഗ്രഹവും വേണം. അതിനുവേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പലപ്പോഴും, ചില കുഞ്ഞുങ്ങളൊന്നും ഭക്ഷണം കഴിക്കത്തില്ല, ചൊവ്വേന്നേരം ആഹാരം കഴിക്കത്തില്ല. നമ്മൾ എന്തോ ആ കുഞ്ഞുങ്ങളോട് പറയുന്നേ, അയ്യോ കുഞ്ഞിന് വലുതാണ്ടായോ, അപ്പടെ കൂട്ട് വണ്ടി ഓടിക്കണ്ടായോ, മമ്മയുടെ കൂട്ട് സാരി ഉടുക്കണ്ടായോ, കഴിക്ക. ഇതൊക്കെ പറയുമ്പം കുഞ്ഞുങ്ങളങ്ങ് വേണ്ടെങ്കിലും കഴിക്കാൻ തുടങ്ങും. ഇത് കഴിച്ചാൽ പപ്പയുടെ കൂട്ടാവൂല്ലയോ, മമ്മയുടെ കൂട്ടാവൂല്ലയോ. ആ വളരാനുള്ള ആഗ്രഹം കൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതും അവര് കഴിക്കും. രക്ഷയ്ക്കായി വളരുവാൻ നാം വാഞ്ചിക്കുന്നെങ്കിൽ നാം ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കും. സ്തോത്രം. ഇത് പോസിറ്റീവായി നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ 1-ാം വാക്യം വായിച്ചാട്ടെ ഇനിയും. 2:1. To put away all malice and all deceit and hypocrisy and envy and all slander. ആരാ കളയേണ്ടത് ഇത്? രക്ഷിക്കപ്പെട്ടവരോ അല്ലാത്തവരോ?
രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെട്ടവർ. അപ്പം വീണ്ടും ജനിച്ചവരിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, എല്ലാമുണ്ട്. ആർഷ്യല് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ഉണ്ട്. വീണ്ടും ജനിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേരോടെ പറഞ്ഞു പോകുന്നില്ല. When a person is born again, these sinful natures are not at all eradicated, or they are not at all uprooted forever. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ തന്നെ ഈ പാപപ്രകൃതങ്ങൾ വേരോടെ പറഞ്ഞു പോകുന്നില്ല. പക്ഷേ നാം എന്ത് ചെയ്യണം? ഈ പാപ സ്വഭാവങ്ങൾ നമ്മിലുണ്ടായിരിക്കും. പക്ഷെ നാം എന്താ ചെയ്യേണ്ടത്? അതിനെ അതിജീവിക്കണം. ഗലാത്യർ 5:16-17, ഗലേഷ്യൻസ് 5:16-17. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. വായിച്ചു. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. മതി. എന്താ 16-ാം വാക്യത്തിൽ പറഞ്ഞത്? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ, ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. പരിശുദ്ധാത്മാവിനാൽ നാം ഈ പാപപ്രവർത്തികളെ, അതാണ് ജഡത്തിന്റെ പ്രവർത്തികളെന്നും ജഡത്തിന്റെ മോഹങ്ങളെന്നും ജഡത്തിന്റെ അഭിലാഷമെന്നും ഒക്കെ 3 പദങ്ങൾ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഈ പാപപ്രകൃതത്തെ നമ്മൾ ജന്മനാ ലഭിച്ചിരിക്കുന്ന മണ്ണിന്റെ മക്കളെന്ന് വിളിക്കുന്നത് പോലെ നമ്മിൽ മനുഷ്യരെന്നതുകൊണ്ട് വസിക്കുന്ന ഈ പാപത്തെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം, അടക്കണം, പിടിച്ചടക്കണം. ഓർക്കുക, രക്ഷിക്കപ്പെട്ട ഒരുവനിൽ നിന്ന് പാപം വേരോടെ പറഞ്ഞു പോകുന്നില്ല. നാം ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം അതുകൊണ്ടാണ് സൂക്ഷ്മത്തോടെ നടക്കേണ്ടത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10 പറഞ്ഞത്. പത്രോസ്ലീഹ വീണ്ടും ജനിക്കപ്പെട്ട ആത്മീയ ശിശുക്കളോട് പറഞ്ഞത്,
നിങ്ങൾ നീക്കിക്കളയേണ്ട ചിലതുണ്ട്. അത് നീക്കിക്കളഞ്ഞിട്ട് വേണം വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ രക്ഷയിൽ വളരേണ്ടത്. അപ്പോൾ നമ്മുടെ അകത്തെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. 3 പ്രത്യേക പദങ്ങൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5, 8, 9 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അതിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു മരിപ്പിക്കണം. പുട്ട് ടു ഡെത്ത്. 5 സ്വഭാവങ്ങളെയാ പറയുന്നത് അവിടെ. ജഡത്തിന്റെ അവയവങ്ങൾ എന്ന നിലയിലാണ് പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയുള്ള അവയവമൊന്നും നമുക്കില്ലെന്ന് നമുക്കറിയാം, ആരുമില്ല. പിന്നെ അവയവം എന്ന രീതിയിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് 5 ജഡീക സ്വഭാവങ്ങളാണ്. പിന്നെ പറയുന്നു 8-9 വാക്യങ്ങൾ പറയുന്നു വിട്ടുകളവീൻ, പുട്ട് ഓഫ്. അല്ലേ? മരിപ്പിക്കുക, പിന്നെ വിട്ടുകളയുക. അതിനുശേഷം പറയുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. അവിടെ ഈ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു പുട്ട് ഓഫ് തന്നെയാണ് അതിനും പറഞ്ഞിരിക്കുന്നത്. അതെ. Put off the old self. പുട്ട് ഓഫ് ദി ഓൾഡ് മാൻ. ഇപ്പൊ മലയാളത്തിൽ 3 പദങ്ങളാ. 3ന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. മരിപ്പിക്കണം, വിട്ടുകളയണം, ഉരിഞ്ഞു കളയണം. ആരാ ചെയ്യേണ്ടത്? ആരോടാ പറയുന്നേ? 3ന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർ, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നവർ, ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാനുള്ള കൊലോസ്യ സഭയോടാ പറയുന്നത്, പുറത്തുള്ളവരോടല്ല. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ തന്നെ നാം ആരും ക്രിസ്തുവിന്റെ പൂർണ്ണ പുരുഷത്വം പ്രാപിക്കുന്നില്ല. No one ever becomes perfect like Christ at the very moment of born again experience. But it is attained all through one's Christian life journey. And to reach that particular destination in our life, the Lord has put us again in this world to perfect holiness in the fear of God. ഓരോ മനുഷ്യനും രക്ഷിക്കപ്പെടുന്ന അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പൂർണ്ണത പ്രാപിക്കുന്നില്ല. ഒരു വീണ്ടും ജനിച്ച വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ ദൈർഘ്യത്തിലാണ്, ആയുസിന്റെ ദൈർഘ്യത്തിലാണ് അവൻ ഈ പൂർണ്ണതയിലേക്ക് പുരോഗമനപരമായി വളരുന്നത്. He eventually grows to this perfection all through his lifespan after the born again experience. വീണ്ടും ജനനാനുഭവത്തിന് ശേഷം എത്ര കാലങ്ങൾ ഒരുവന് ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്നുവോ ആ ആയുസിന്റെ മുഴുവൻ നാളുകളിലും ഇവൻ
പുരോഗമനപരമായി ആ തികവിലേക്ക് വളരുകയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ജീവനോടെ ഇന്നും ശേഷിപ്പിച്ചിരിക്കുന്നത്. ആ അളവിൽ നാം ഇതുവരെ എത്തിയില്ല എന്നതുകൊണ്ടാണ് ഇന്നും നമ്മെ ജീവനോടെ കർത്താവ് വെച്ചിരിക്കുന്നത്. അതാണ് സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. This is the very meaning that the church or the bride has made herself ready. നേരത്തെ പാപം നമ്മിൽ വസിച്ചിരുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ പാപത്തിന് കടക്കാരായിരുന്നു. Even before our salvation experience, sin used to be in us, abide in us. But then we had no power, no right, no freedom to say no to sin. അന്ന് നമ്മിൽ വസിച്ചിരുന്ന, അല്ല അന്ന് നമ്മിൽ വാണിരുന്ന പാപത്തോട് ഒക്കത്തില്ല എന്ന് പറയാൻ, ചെയ്യത്തില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലായിരുന്നു, അറിവില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുകൊണ്ട് പാപം നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വാണുകൊണ്ടിരുന്നു. Sin used to reign in our mortal body. എന്നാൽ ഇപ്പോഴോ we got a new master, a stronger master than our older one, the previous one. നമ്മുടെ പഴയ യജമാനനേക്കാൾ അതിശക്തനായ ഒരു പുതിയ യജമാനൻ നമുക്ക് വന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പഴയ യജമാനന്റെ ആജ്ഞകളെ ഇപ്പോൾ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് നിരസിക്കാൻ, അനുസരിക്കാതിരിപ്പാൻ നമുക്ക് ശക്തിയും അധികാരവും ലഭിച്ചിരിക്കുന്നു. പണ്ടത്തെ പോലെ പാപത്തിന്റെയും പിശാചിന്റെയും ആജ്ഞകളെ നിവർത്തിക്കുവാൻ ഇന്ന് നാം അവയോടൊന്നും കടംപെട്ടിരിക്കുന്നില്ല. We are no more debtors to sin or Satan or our flesh or this world, that we may obey their commands as recorded in Romans 8 verse 12. റോമർ 8:12 പറയുന്നത് പോലെ നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ഇനിയും ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. ക്രിസ്തു ക്രൂശിൽ ആ കടമെല്ലാം വീട്ടി. നോ മോർ ഡെപ്റ്റ്. നമുക്കിനിയും കൊടുത്തു തീർക്കേണ്ട ഒരു ബില്ലും ഇല്ല. യേശു അതെല്ലാം കൊടുത്തു തീർത്തു. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പാപത്തോടും പിശാചിനോടും നോ പറയാൻ, ഒക്കത്തില്ലെന്ന് പറയാൻ, ചെയ്യത്തില്ലെന്ന് പറയാൻ, അനുസരിക്കത്തില്ലെന്ന് പറയാൻ സാധിക്കും. ആ അറിവും കൂടെ നമുക്ക് വേണം, ആ ബോധ്യം. We need to have that conviction that we have the freedom. We are now free to say no to sin. അതുകൊണ്ടാണ് റോമലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് 12-ാമത്തെ വാക്യത്തിൽ, പാപം അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. വാഴരുത്.
വാഴരുത്. വസിക്കുന്നുണ്ട്, പക്ഷേ വാഴരുത്. വാഴാൻ നാം അനുവദിക്കരുത്. അതിനെ പിടിച്ചടക്കാനാണ് അവയേക്കാൾ ശക്തനായ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ആത്മാവിനാൽ നാം ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കണം, കീഴ്പ്പെടുത്തണം, മരിപ്പിക്കണം, വിട്ടുകളയണം, ഉരിഞ്ഞുകളയണം, നീക്കിക്കളയണം. അതിനാണ് ദൈവം നമുക്ക് ആയുസ്സിനെയും ദീർഘമാക്കി തന്നിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇപ്പോഴും നമ്മിൽ വാഴ്ച നടത്തുന്ന വല്ല ജഡത്തിന്റെ പ്രവൃത്തികളും ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് കർത്താവിനോട് ഏറ്റുപറയാം, കർത്താവെ, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ഇത്രയും വർഷമായി, പക്ഷെ ഇപ്പോഴും ജഡത്തിന്റെ പ്രവൃത്തികൾ പലതും എന്നിൽ വാഴ്ച നടത്തുന്നു. ഞാൻ അതിന് എന്നെ തന്നെ ഈൽഡ് ചെയ്യുന്നു, കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. ഇല്ല കർത്താവെ, ഈ രാത്രി, ഈ നിമിഷം ഞാൻ എന്നെ അങ്ങേക്ക് വിധേയപ്പെടുത്തുന്നു. അങ്ങയുടെ ആത്മാവിന് ഞാൻ കീഴ്പ്പെടുന്നു. സ്തോത്രം. അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ, ഉള്ളവളായി തീരുവാൻ എന്നെ തന്നെ ഒരുക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. നമ്മെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. എങ്കിലേ നമ്മുടെ കർത്താവിന്റെ കാന്തയായി തീരാൻ കർത്താവിനോട് കൂടെ പോകുവാൻ കഴിയൂ. അല്ലെങ്കിൽ ആ 5 കന്യകമാരെ പോലെ നാം നിരാശപ്പെട്ടു പോകും. മറ്റൊരവസരം നമുക്കുണ്ടാവില്ല. നമ്മെ തന്നെ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വാഴുന്ന പാപപ്രകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് തിരിച്ചറിയാം. അവയെ നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് നിലവിളിക്കാം. ഇന്ന് എന്നെ സഹായിക്കണേ കർത്താവേ എന്ന് നിലവിളിച്ചാൽ എന്നെ കൈവിട്ടോ എന്ന് അങ്ങ് നിലവിളിക്കേണ്ടി വരില്ല. ഇന്ന് നമുക്ക് നിലവിളിക്കാം, സഹായിക്കണേ കർത്താവേ, ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞുകളയാൻ, ആത്മാവിനാൽ ജഡത്തെ കീഴ്പ്പെടുത്താൻ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എന്നെ ഒരുക്കണേയെന്ന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം.